എപ്പിസോഡിന്റെ തുടക്കത്തില് ഇപ്പ നയൻ ടൈല് അത് കുട്ടപ്പൻ അറ്റാക്ക് ചെയ്യാണ്. ഉടനെ കുട്ടപ്പന്റെ ഒരു ക്ലൗണ് ഇപ്പ നയൻ ടൈലിനെ അങ്ങനെ വാലെ പിടിച്ച് നിലത്തട്ടിക്കും. അതെന്തെങ്കിലും ചെയ്ത് എഴുന്നേറ്റ് വരും മുൻപേ കുട്ടപ്പൻ അവൻ റെസ്ലിംഗ് പവർ ക്രിയേറ്റ് ചെയ്ത് അതിന്റെ ബോഡിയിലിട്ട് അതിനെ ലോക്ക് ചെയ്യും. അത് കണ്ട് കില്ലർ ബി അവൻ നിലവിളിച്ചു പറയും, കുട്ടപ്പ ഇതാണ് പറ്റിയ അവസരം, അവന്റെ പവർ അത് അബ്സോർബ് ചെയ്യ്. എന്നിട്ട് ഉടനെ അവനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങ്. കുട്ടപ്പനാണെങ്കില് വമ്പ സ്പീഡിൽ അതിന്റെ പവർ അത് അബ്സോർബ് ചെയ്യും. പക്ഷെ അപ്പോഴേക്കും ആ നയൻ ടൈല് അതാ റസൻഗണ്ണ് ഇപ്പൊ തല്ലി തകർക്കും. പക്ഷെ എന്താ, അതിനെ കൊണ്ട് എണീക്കാൻ കഴിയില്ല. കുട്ടപ്പൻ ഇവിടെ ഒരു വിധത്തില് അതിന്റെ പവർ അത് അബ്സോർബ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ അപ്പോഴേക്കും അതതിന്റെ വാലിട്ടടിച്ച് അങ്ങനെ ചാടി എഴുന്നേറ്റ് അതിന്റെ ഹേറ്റ്രേഡ് മുഴുവൻ ഇപ്പൊ കുട്ടപ്പന്റെ മേലേക്ക് അങ്ങനെ ഇഞ്ചക്ട് ചെയ്യും. എന്നിട്ട് കുട്ടപ്പന്റെ പവർ അത് അബ്സോർബ് ചെയ്യും. അതിന് കില്ലർ ബി അവൻ പറയും, കുട്ടപ്പ നോ, എങ്ങനെയെങ്കിലും അവനെ കൺട്രോൾ ചെയ്യ്. എന്നിട്ട് ആ നയൻ ടൈലിന്റെ പവർ നീ അബ്സോർബ് ചെയ്യ്, അല്ലെങ്കിൽ സിറ്റുവേഷൻ അത് വളരെ മോശമാവും. പിന്നെ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടെ കുട്ടപ്പന്റെ ഒരു കണ്ണ് അതിപ്പോ റെഡായി തീരും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ റിയൽ നറൂട്ടോ അവന് മുഴുവനായിട്ടും ആ നയൻ ടൈല് അത് കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. ഉടനെ യാമട്ടോ സെൻസായി ആളുടെ പവർ ഉപയോഗിച്ച് ഇപ്പൊ ആ നയൻ ടൈലിനെ പിടിച്ചു വലിക്കും. ഇവിടെ കുട്ടപ്പൻ അവൻ ഒരുപാട് വിഷമത്തില് എനിക്ക് എങ്ങനെയെങ്കിലും ഇത് മറികടക്കണം, അല്ലെങ്കിൽ ഞാൻ തോറ്റുപോകുന്നു പറയുമ്പോ അവനെ ആരോ ഇപ്പൊ പിന്നിൽ നിന്ന് വിളിക്കുന്നതായിട്ട് അവന് തോന്നും. അതാരാണെന്ന് നോക്കിയാ സാക്ഷാൽ കുഷിക. കുട്ടപ്പൻ വണ്ടടിച്ച് അവളെ തന്നെ നോക്കി നിൽക്കും. കുട്ടപ്പൻ ചോദിക്കും, നീ ആരാണ്? യഥാർത്ഥത്തിൽ നീ ആ നയൻ ടൈലിന്റെ റിയൽ രൂപമല്ലേ? അതിനവൾ കുട്ടപ്പന്റെ തലക്കെട്ട് ഒരൊറ്റ അടി വെച്ചു കൊടുക്കും. അവള് പറയും, ആദ്യമായിട്ട് കാണുന്ന ഒരാളോട് എങ്ങനെയാണോ സംസാരിക്കണ്ടേ? അത് ബാഡ് കുട്ടികളാണ് അങ്ങനെയൊക്കെ പെരുമാറുക. നീ നല്ല കുട്ടിയല്ലേ? ഐ ആം സോറി, ഞാൻ നിന്നെ അടിച്ചത് നല്ല ഫോഴ്സിലാണല്ലേ? നിനക്ക് ഒരുപാട് വേദനിച്ചോ? അപ്പൊ കുട്ടപ്പൻ അവൻ ഒരു സെക്കൻഡ് ഫ്രീസ് ആയി പോവും. കാരണം അവൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോ കുട്ടപ്പൻ അവനെ തന്നെ ഓർമ്മ വരും. കാരണം അവൻ സംസാരിക്കുന്ന പോലെ തന്നെയാണ് അവളും അവനോട് സംസാരിക്കുന്നത്. ആള് ചോദിക്കും, നിനക്ക് ഇതുവരെ എന്നെ മനസ്സിലായില്ലേ? മിനട്ടോ എന്നെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലേ? അത് കേൾക്കുമ്പോ ഇപ്പൊ കുട്ടപ്പന് മനസ്സിലാവും അത് മറ്റാരുമല്ല, അവൻ ഇതുവരെ കാണാത്ത അവന്റെ അമ്മയാണെന്ന്. അവൻ ഓടി വന്ന് ഇപ്പൊ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയാണ്. കുട്ടപ്പൻ പറയും, ഞാൻ ഒരുപാട് കാലായിട്ട് അമ്മയെ കാണാൻ ആഗ്രഹിച്ചതാണ്. അവനിപ്പോ പതിയെ നോർമൽ ആവാൻ തുടങ്ങും. അവന്റെ കണ്ണും ഇപ്പൊ പഴയതുപോലാവും. കട്ട് ചെയ്താ ഇവിടെ കുട്ടപ്പനെ കൺട്രോൾ ചെയ്ത ആ നയൻ ടൈല് അത് പതിയെ ഇപ്പൊ അവനെ വിട്ടുമാറും. അത് കണ്ട് കില്ലർ ബി അവനിപ്പോ യാമുട്ടയോട് പറയും, ഓ നിനക്ക് ഇത്രയും പവർ ഉണ്ടായിരുന്നോ? ഞങ്ങളെ കൊണ്ട് രണ്ടുപേർക്കും അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല, പക്ഷെ നീ അതിനെ കൺട്രോൾ ചെയ്തു. അതിന് യാമുട്ടോ സെൻസായി പറയും, അയ്യോ ഇല്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല, മറ്റെന്തോ സംഭവിച്ചിട്ടുണ്ട്. കട്ട് ചെയ്ത കുട്ടപ്പൻ അവനിപ്പോ അമ്മയോട് പറയും, ഒരുപാട് കാര്യങ്ങള് അമ്മയോട് പറയാനുണ്ട്, പക്ഷെ അതിന് മുൻപായിട്ട് ഈ നയൻ ടൈലിനെ അതിനെ എങ്ങനെയെങ്കിലും എനിക്ക് കൺട്രോൾ ചെയ്യണമെന്ന് പറയും. അമ്മ എന്നെ ഒന്ന് സഹായിക്കോ? അത് കേൾക്കേണ്ട താമസം കുഷീന അവൾ അവളുടെ പവർ ഉപയോഗിച്ച് ഇപ്പൊ നയൻ ടൈലിനെ അങ്ങനെ ലോക്ക് ചെയ്യും. കുഷീനയും അവളുടെ പവറിനെയും കണ്ട് ഇപ്പൊ നയൻ ടൈല് അവൻ ഷോക്കാവും. ഇവിടെ കുട്ടപ്പനും അവന്റെ അമ്മയും അവർ രണ്ടുപേരും നല്ല സ്നേഹത്തോടെ സംസാരിക്കുകയാണ്. കുട്ടപ്പൻ പറയും, എനിക്ക് അമ്മയുടെ മുഖവും അച്ഛന്റെ ഹെയറും ആണ് കിട്ടിയത്. അമ്മയുടെ മുഖം അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ അമ്മയുടെ മുടി അതാണ് ശരിക്കും ഒരുപാട് ഭംഗി. അതെനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാനും അടിപൊളി ആയേനെ. അത് കേട്ട അമ്മ ആളിപ്പ് ചിരിക്കും. അപ്പൊ കുട്ടപ്പൻ അവൻ ഭയങ്കര സന്തോഷത്തില് ഇപ്പൊ അമ്മയോട് ചോദിക്കും, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? എനിക്കിത് ചോദിക്കാൻ ഭയങ്കര നാണമാണ്, പക്ഷെ എന്നാലും എനിക്ക് അറിയാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അച്ഛനും അമ്മയും ആദ്യം എവിടെ വെച്ചാ കണ്ടേ? നിങ്ങളുടെ പ്രണയം അതെപ്പോഴാ സ്റ്റാർട്ട് ചെയ്തേ? അത് കേട്ട അമ്മ ചിരിച്ചിട്ട് അവളുടെ ഫ്ലാഷ് ബാക്ക് സ്റ്റോറി അത് കുട്ടപ്പനോട് പറയാൻ തുടങ്ങും. കുഷീന അവള് മറ്റൊരു ഗ്രാമത്തിൽ നിന്നാണ് ലീഫ് വില്ലേജിലേക്ക് വന്നത്. ആദ്യമായിട്ട് ലീഫ് വില്ലേജിലെ അക്കാദമിയിൽ വെച്ചാണ് അവള് മിനട്ടോയെ കാണാ. കുഷീനയുടെ മുടി അത് ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും അവളുടെ മുടിയെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞ് എപ്പോഴും കളിയാക്കിക്കൊണ്ടേയിരിക്കും. അത് കേട്ട് കുഷീന അവൾക്ക് കലി കയറി അവൾ നിലവിളിച്ചു പറയും, ഞാനാണ് ലീഫ് വില്ലേജിലെ ഫ്യൂച്ചർ ഹൊക്കാഗ. അത് കേൾക്കേണ്ട താമസം ഇപ്പൊ മിനട്ടോ ആള് ചാടി എഴുന്നേറ്റ് പറയും, ഞാനും ലീഫ് വില്ലേജിലെ ഹൊക്കാഗയാകും. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും ഒരേ ഡ്രീം ആണല്ലേ എന്ന് പറഞ്ഞ് അവരിപ്പോ പരസ്പരം നോക്കും. കട്ട് ചെയ്താ പ്രസന്റിൽ കുട്ടപ്പൻ പറയും, എന്റെ പപ്പയ്ക്കും എന്നെ പോലെ തന്നെ ഒരു ഹൊക്കാഗയായി മാറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നല്ലേ? അതിന് അമ്മ പറയും,
അതെ, പക്ഷെ അവന്റെ ചിരിയും കളിയൊക്കെ കണ്ടപ്പോ ഞാൻ കരുതിയത് അവനെ കൊണ്ട് ഒരിക്കലും ഒരു ഹൊക്കാഗെയായി മാറാൻ കഴിയില്ല എന്നാണ്. പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ച് അവൻ ഈ ലീഫ് വില്ലേജിന്റെ ഹൊക്കാഗെയായി മാറി. മാത്രമല്ല, ചെറുപ്പത്തിൽ എല്ലാ കുട്ടികളും എന്നെ കളിയാക്കിയിരുന്നു. അവരെന്നെ വിളിച്ചിരുന്നത് തക്കാളി പെണ്ണ് എന്നാണ്. പക്ഷെ അതെനിക്ക് ഒട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. മിനട്ടോ എന്നെ നോക്കി നിന്നു. ഞാൻ ഒട്ടും വിട്ടുകൊടുത്തില്ല. ചാടി വന്ന് എല്ലാ സ്റ്റുഡൻസിനെയും അടിച്ചു തെറിപ്പിച്ചു. ഒരുത്തനെ ഞാൻ കറക്കി കറക്കി അങ്ങനെ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. മിനട്ടോ എന്റെ അടിയും എന്റെ സ്റ്റൈലും കണ്ട് എന്നെ നോക്കി ചിരിച്ചു കൊണ്ടേയിരുന്നു. ഞാൻ അവനെ നോക്കിയപ്പോ അവൻ പെട്ടെന്ന് പേടിച്ചു പോയി. പിന്നീട് ആരൊക്കെ എന്നെ കളിയാക്കിയിട്ടുണ്ടോ അവരെയൊക്കെ ഞാൻ ഇടിക്കാറുണ്ടായിരുന്നു. അവരെ എല്ലാവരെയും ഞാൻ അറിഞ്ഞം പുറഞ്ഞം ഇടിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ അക്കാദമിയിൽ മൊത്തം എന്നെ കുറിച്ചായി ഭയങ്കര ചർച്ച. അങ്ങനെ ഒരു ദിവസം ഞാൻ ഹാപ്പി ആയിട്ട് കളിച്ചു ചിരിച്ച് നടക്കുമ്പോ എന്റെ ക്ലാസ്സിലുള്ള ഒരു സ്റ്റുഡന്റും അവന്റെ ബ്രദറും അവിടേക്ക് വന്നു. അവന്റെ ബ്രദറ് അവൻ ദേഷ്യപ്പെട്ടു പറഞ്ഞു, നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ അനിയനെ അടിക്കും. അപ്പൊ അവള് പറയും, സോറി, ആക്ച്വലി അവൻ എന്നെ ഇരട്ടപ്പേര് വിളിച്ച് കളിയാക്കി. അതുകൊണ്ടാണ് എനിക്ക് സങ്കടം സഹിക്കവയ്യാതെ അവരെ ഞാൻ ഇടിച്ചിട്ടത്. അതിനവന് കലി കയറി. അവൻ പറയും, എന്റെ ബ്രദറിനെ ഇടിച്ചതിന് പകരമായിട്ട് ഉറപ്പായിട്ടും നിന്നെ ഞാൻ ഇടിച്ച് സൂപ്പാക്കുന്നു പറഞ്ഞ് ഇപ്പോൾ ഇടിക്കാനായിട്ട് തുടങ്ങും. അവൾ ഉടനെ ഉഷാറായിട്ട് ഇപ്പൊ മുൻപോട്ട് ഓടും. മരത്തിന്റെ മുകളിലൊക്കെ അവൾ ചാടിക്കയറി ഇപ്പൊ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. അപ്പൊ അവൻ റിയൽ കത്തിയൊക്കെ വെച്ച് അവൾക്ക് നേരെ വലിച്ചെറിയും. അവൾ ഷോക്കായിട്ട് അങ്ങനെ നിൽക്കും. അപ്പൊ കറക്റ്റ് സമയത്ത് അവൾ കാല് വഴുതി ഇപ്പൊ താഴെ വീഴും. അവൻ ചാടി വന്ന് അവളെ അറഞ്ചം പുറഞ്ച് ഇടിക്കും. എന്നിട്ട് അവളുടെ മുടി പിടിച്ച് അങ്ങനെ വലിച്ചഴയ്ക്കും. മാത്രമല്ല, അവനിപ്പോ അവളുടെ മുടിയെക്കുറിച്ച് വളരെ ബാഡായിട്ട് സംസാരിക്കും. അത് കേട്ട് ഫുൾ കലിപ്പില് അവൾ മുൻപോട്ട് ഓടുമ്പോ അവളുടെ മുടി അതൊരുപാട് പറഞ്ഞ് അവന്റെ കയ്യിലിരിക്കും. പിന്നെ അവൾ ഒന്നും നോക്കില്ല, ചാടി വന്ന് കണ്ണും പൂട്ടി അവനെ അറഞ്ചം പുറഞ്ച് ഇടിക്കും. അവൻ ഒരു വിധത്തില് ഇപ്പൊ അവളെ തട്ടി മാറ്റും. അവൻ പറയും, നീ വേറെ വില്ലേജിലുള്ള ഏതോ ഒരു അലവലാതിയാണ്, നിന്നെ കൊണ്ട് ഒരിക്കലും ഇവിടുത്തെ ഹൊക്കാഗെ ആവാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവൻ ദേഷ്യപ്പെട്ട് അവന്റെ ബ്രദറിനെയും കൂട്ടി അവിടുന്ന് കടന്നു പോവും. അത് കേൾക്കുമ്പോ അവക്ക് ഇപ്പൊ ഒരുപാട് വിഷമാവും. അപ്പോഴായിരിക്കും അവളുടെ തൊട്ട് മുകളിലായിട്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ട് മിനട്ടോ അവൻ അങ്ങനെ ഹായായിട്ട് നിൽക്കുന്നത് കാണാ. അവള് ദേഷ്യപ്പെട്ട് ചോദിക്കും, ഇത്രയൊക്കെ നടന്നിട്ടും നീ നോക്കി നിൽക്കുക അല്ലാതെ എന്നെ ഹെൽപ്പ് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് അവള് ദേഷ്യപ്പെട്ട് അവിടുന്ന് മുൻപോട്ട് ഓടും. അന്നാണ് ഞാൻ എന്റെ മുടിയെ ആദ്യമായിട്ട് വെറുത്തത്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പോ എന്റെ വീട്ടില് 3 ഷിനോബികള്. അവരെ കണ്ട് പേടിച്ച് ഞാൻ പുറത്തേക്ക് ഓടി. അവരെന്റെ തൊട്ടു പിന്നാലെ അങ്ങനെ ഓടി വന്നു. പക്ഷെ അവരെല്ലാവരും ചേർന്ന് അവളെ പിടിച്ചു വലിച്ച് ഇപ്പൊ ലോക്ക് ചെയ്ത് അവരുടെ ഗ്രാമത്തിലേക്ക് ഇപ്പൊ കൊണ്ടുപോകും. ആക്ച്വലി ആ വില്ലന്മാര് അവര് ഹിഡൻ ക്ലൗൺ വില്ലേജിലുള്ളവരാണ്. എനിക്ക് രക്ഷപ്പെടാനായിട്ട് എന്റെ മുൻപില് വേറൊരു വഴിയില്ലായിരുന്നു. ഞാൻ ഉടനെ എന്റെ മുടി അത് കുറേശ്ശെ വലിച്ചു പറിച്ച് വഴി മുഴുവൻ ഇട്ടു. അങ്ങനെ ഒരുപാട് ദൂരം നടന്ന് വില്ലേജിന്റെ ബോർഡർ എത്തിയപ്പോഴാണ് ആരോ ഒരാള് അവിടേക്ക് പാഞ്ഞെടുത്തത്. അത് മറ്റാരും അല്ലായിരുന്നു, നിന്റെ അച്ഛൻ, സാക്ഷാൽ മിനട്ടോ. 2 മിനിറ്റ് കൊണ്ട് ആ വില്ലന്മാരെ ഇപ്പൊ അടിച്ചോടിക്കും. മിനട്ടോ അവളോട് ചോദിക്കും, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ? പക്ഷെ അപ്പോഴേക്കും അവളിപ്പോ തളർന്ന് താഴേക്ക് വീഴും. കറക്റ്റായിട്ട് മിനട്ടോ അവളെ ക്യാച്ച് ചെയ്ത് ഇപ്പൊ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോവും. അപ്പോഴായിരിക്കും അവന്റെ കയ്യില് അവള് പറിച്ചിട്ട ആ ഒരു മുടി കാണുക. അത് കണ്ട് മിനട്ടോ പറയും, ആക്ച്വലി എനിക്ക് നിന്റെ മുടി ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനിത് എടുത്തു വെച്ചത്. അത് കേട്ട് ഞാൻ ഒരുപാട് ഇംപ്രസ്ഡ് ആയി. അന്നു മുതലാണ് ഞാൻ മിനട്ടോയെ ശ്രദ്ധിക്കാനും ഇഷ്ടപ്പെടാനൊക്കെ ആരംഭിച്ചത്. ഞാൻ എൻ്റെ മുടിയെയും മിനട്ടോയെയും ഒരേ നിമിഷമാണ് സ്നേഹിക്കാൻ ആരംഭിച്ചത്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് അമ്മ ചോദിക്കും, എൻ്റെ കഥ അത് നിനക്ക് ഇഷ്ടായോ? അതിന് കുട്ടപ്പൻ പറയും, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാനാണ് ഞങ്ങളുടെ ഗ്രാമത്തിലെ ഓറഞ്ച് നറൂട്ടോ. അങ്ങനെ അവർ ഹാപ്പി ആയിട്ട് ചില്ല് ചെയ്യുമ്പോഴായിരിക്കും ആ 9 ടൈല് അതിപ്പോ അലറിക്കാറും അവർ രണ്ടുപേരും ഷോക്കായിട്ട് അതിനെ നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.